ഒറ്റ രാത്രി കൊണ്ട് ഒന്നുമല്ലാതായി മാറിയ നഗരമാണ് തമിഴ്നാട്ടിലെ ധനുഷ്കോടി. റെയിൽവേ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും ആരാധനാലയങ്ങളും സ്കൂളുകളും ഒക്കെയുള്ള പ്രദേശമായിരുന്നു ഒരു കാലത്ത് ഈ പട്ടണം. തമിഴ്നാടിന്റെ തെക്കുകിഴക്കൻ തീരത്ത് മാന്നാർ ഉൾക്കടലിലേക്ക് നീണ്ടുകിടക്കുന്ന രാമേശ്വരം ദ്വീപിന്റെ തെക്കേ അറ്റത്താണ് ധനുഷ്കോടിയുടെ സ്ഥാനം. ഇതിന് കിഴക്ക് ഭാഗത്തെ സമുദ്രം ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറു ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഒരു പഴയ തുറമുഖ പട്ടണമായിരുന്നു മുൻകാലത്ത് ധനുഷ്കോടി. ഇവിടെ നിന്ന് രാമേശ്വരം പട്ടണത്തിലേക്ക് 18 കിലോമീറ്റർ ദൂരമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു ധനുഷ്കോടി. മിനി സിംഗപ്പൂർ എന്നാണ് ബ്രിട്ടീഷുകാർ ഈ ചെറുപട്ടണത്തെ വിശേഷിപ്പിച്ചിരുന്നത്. മത്സ്യബന്ധന വ്യാപാരത്തിനും തീർത്ഥാടനത്തിനുമൊക്കെയായി ധാരാളം ആളുകൾ എത്തുന്ന തിരക്കേറിയ നഗരമായിരുന്നു ധനുഷ്കോടി. 1964 ഡിസംബർ 22. കുറച്ചു ദിവസമായി കോരിച്ചൊരിയുന്ന മഴയുണ്ട്. കൊടുങ്കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. അതിനു വലിയ പ്രാധാന്യമൊന്നും ആരും കൊടുത്തിരുന്നില്ല. എന്നാൽ ആൻഡമാൻ കടലിൽ രൂപം കൊണ്ട ഒരു ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 400 കിലോമീറ്റർ വേഗത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരത്തോടെ മഴ കനത്തു. തിരമാലകൾ ആർത്തലറി. ചുഴലിക്കാറ്റ് ശ്രീലങ്കയിലെ ചില പ്രദേശങ്ങളെ തകർത്തു തരിപ്പണമാക്കി. തുടർന്ന് ധനുഷ്കോടി ലക്ഷ്യമാക്കി നീങ്ങി. വൈകാതെ അത് ധനുഷ്കോടിയിൽ വീശിയടിച്ചു. 2 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള തിരമാലകളാണ് അന്ന് കരയിലേക്ക് കയറി വന്നത്. മധുര രാമേശ്വരം വഴിയുള്ള ബോട്ട് മെയിൽ എന്ന ട്രെയിൻ ധനുഷ്കോടി സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപായി തിരമാലകളിൽ പെട്ടു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ധനുഷ്കോടിയിൽ ആരുമുണ്ടായിരുന്നില്ല. കെട്ടിടങ്ങളും റോഡും റെയിൽപാതയും വാർത്താവിനിമയ മാർഗങ്ങളുമൊക്കെ തകർന്നു തരിപ്പണമായി. ദ്വീപിനെ കരയുമായി ബന്ധിപ്പിക്കുന്ന പാമ്പൻ പാലവും ചുഴലിക്കാറ്റിൽ നാമാവശേഷമായി. അനേകം ആളുകളെ കടലിൽ കാണാതായി. തിരമാലകളിൽ പെട്ടുപോയ ട്രെയിനും യാത്രക്കാരും കടലിന്റെ ആഴങ്ങളിലേക്ക് എന്നേക്കുമായി ആഴ്ന്നുപോയി. തകർന്നുപോയ ധനുഷ്കോടി പഴയ പടി നിർമ്മിക്കുക എളുപ്പമായിരുന്നില്ല. പല പദ്ധതികൾ ആലോചിച്ചുവെങ്കിലും നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അതെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. അതോടെ ഇതൊരു പ്രേത നഗരമായി മാറി. നിരവധി വിനോദസഞ്ചാരികളും തീർത്ഥാടകരുമൊക്കെ ധനുഷ്കോടി സന്ദർശിക്കാനായി വർഷം തോറും എത്താറുണ്ട്.